നമ്മൾ ബലി പെരുന്നാൾ എന്നാണ് പേര് മലയാളത്തിന്, അല്ലെ? നമ്മളെങ്ങനെ പറയും ബലി പെരുന്നാൾ എന്ന് പറഞ്ഞാൽ? ബലി എന്ന് പറഞ്ഞാൽ എന്താ? അറവ്, അല്ലെ? അറുക്കുന്ന പെരുന്നാൾ, അങ്ങനെ. പിന്നെ വലിയ പെരുന്നാൾ എന്നും പറയാറുണ്ട്. വലിയ പെരുന്നാൾ എന്ന് പറഞ്ഞാലും നേരത്തെ ചെറിയ പെരുന്നാൾ കഴിഞ്ഞു പോയില്ലേ, ഇപ്പം വലിയ പെരുന്നാൾ, അല്ലേ? ഇത് വലിയ പെരുന്നാളാണ്. ഈ പെരുന്നാൾ എത്ര ദിവസാന്നറിയോ? എത്ര ദിവസാ? 4 ദിവസം, അല്ലേ? 4 ദിവസമാണ്. അയ്യാമു തശ്രീക്കിന്റെ 3 ദിവസം, അതും പെരുന്നാളാ. അങ്ങനെ ഈ 3 ദിവസങ്ങളിൽ നമുക്ക് എന്താ ബലി പെരുന്നാളിന്റെ അന്ന് അയ്യാമു തശ്രീക്കിന്റെ 3 ദിവസങ്ങളിലും നമുക്ക് ബലിയർക്കാം. ഈദുൽ അദ്ഹ, ഉളഹിയത്ത് അറുക്കുന്ന ഈദ് എന്നർത്ഥമുണ്ട്. പറഞ്ഞ മനസ്സിലായോ? ബക്രീദ് എന്ന് പറയും. എന്താ ഇതിനർത്ഥം? ബഖർ ഈദ്. ബക്കർ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയില്ലേ? പശു, അല്ലേ? പശു, ആടുമാട്, ഒട്ടകങ്ങളെ അറുക്കുന്ന ഒരു ഈദ് എന്നതിലൊക്കെ അങ്ങനെയും നമ്മൾ പറയാറുണ്ട്. അപ്പോ ഇതൊക്കെ പല വിധത്തിൽ ഈ ഈദിനെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഈദിന്റെ പിന്നിൽ, ഈ അറവിന്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ടല്ലോ, രഹസ്യമുണ്ട്. ആരാ ഇത്? ഈ രഹസ്യം നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണോ ഇതിന്റെ പിന്നിൽ? അല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറഞ്ഞത് വത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചര്യ പിൻപറ്റാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചതാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഒരുപാട് വർഷക്കാലം അല്ലാഹുവിനോട് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തു. ഒരു സ്വാലിഹായ മക്കളെ നൽകണേ, ഒരു മക്കളെ നൽകണേ എന്ന് ദുആ ചെയ്തപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ വാർദ്ധക്യത്തിലാണ് ഒരു മകനെ കൊടുത്തത്. ആ മകന്റെ പേരറിയാമോ നിങ്ങൾക്ക്? ആരാ? ഇസ്മായിൽ അലൈഹിസ്സലാം. ഇസ്മായിൽ അലൈഹിസ്സലാം എന്ന പൊന്നോമന മകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. തന്റെ വയസ്സായ സമയത്ത് ഒരു മോനെ കിട്ടിയാല് എത്രയോ കാലങ്ങളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മകന്, അല്ലേ? എത്രയോ കാലങ്ങളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് മക്കൾക്ക് വേണ്ടിയിട്ട്. എന്നിട്ടാണ് വയസ്സായ സമയത്ത് ഒരു മോനെ കിട്ടിയത്. ആ ഉമ്മയുടെയും ഉപ്പയുടെയും സ്നേഹം നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ വേണ്ടി സാധ്യമല്ല. കാരണം അത്രമാത്രം സ്നേഹം ഉണ്ടാവും, അല്ലേ? ഒരു മകനെല്ലാം ഉണ്ടാകുമ്പോ, ഒരു മകളെല്ലാം ആകുമ്പോ ആ മകളെ എങ്ങനെ, നിങ്ങൾക്ക് തന്നെ, നിങ്ങളിപ്പോ 2-3 മക്കൾ ഉണ്ടാകുമ്പോ നിങ്ങളോട് എത്രമാത്രം സ്നേഹം ഉണ്ട് ഉമ്മാക്കും ഉപ്പാക്കും. അപ്പൊ ഒരു മകന് എത്രയോ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയ ആ മകനോട് ആ സ്നേഹം എത്ര മാത്രമാണെന്ന് പറഞ്ഞറിയിക്കാൻ വേണ്ടി നമുക്ക് കഴിയില്ല. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹുവിന്റെ കൽപ്പന ഉണ്ടാക്കുന്നത്. ആറ്റുനോറ്റുണ്ടായ നിങ്ങളുടെ പൊന്നോമന മകനെ എന്റെ മാർഗത്തിൽ ബലിയിറക്കണമെന്ന് അല്ലാഹുവിന്റെ കൽപ്പന. മകനോട് പറഞ്ഞു, ഇന്നി അറാ ഫിൽ മനാമി അന്നി അസ്ബഹുക ഫൻദുർ മാദാ തറാ. ഞാൻ സ്വപ്നത്തിൽ മകനെ അറുക്കാൻ വേണ്ടി സ്വപ്നം കണ്ടിട്ടുണ്ട്, മോന്റെ അഭിപ്രായം ഒന്ന് പറയണം. നമ്മളെല്ലാം എന്താ പറയാ? ഇപ്പൊക്കെ വിരാതായിപ്പോയ അന്നർക്കാന, ഈ ഉപ്പാന്റെ അടുക്ക ഞാൻ നിൽക്കൂല എന്നെല്ലാം പറഞ്ഞു ഓടും, അല്ലേ? മകനറിയാം എന്റെ ഉപ്പ ചില്ലറക്കാരനല്ല, അള്ളാഹുവിന്റെ പ്രവാചകനാണ്, വെറുതെ ഒന്ന് തമാശ ഇങ്ങനെ പറയുന്ന ആളല്ല. മകൻ എന്താ പറഞ്ഞത്? പരിശുദ്ധ ഖുർആൻ പറഞ്ഞതല്ലേ, അങ്ങനെ ഒരു കൽപ്പന ഉണ്ടെങ്കിൽ ഉപ്പ നിങ്ങളെങ്ങനെ ചെയ്തോ എന്നാ പറഞ്ഞത്. നിങ്ങൾ ചെയ്തോ ഉപ്പ, എനിക്ക് പേടിയില്ല. മകനാരാ? ചില്ലറക്കാരനാ? അല്ലല്ല. അങ്ങനെ ഈ മകനെ അറുക്കാൻ വേണ്ടി തീരുമാനിക്കുക, ഞാൻ ചുരുക്കി പറയുകയാണ്, അറുക്കാൻ വേണ്ടി തീരുമാനിക്കുകയും മകനുമായിട്ട് നല്ല വസ്ത്രമൊക്കെ അണിയിച്ചുകൊണ്ട് മകനെയും കൂട്ടിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അറുക്കാൻ വേണ്ടി പുറപ്പെടുന്നു. ഒരു മലന്റെ ചെരുവിൽ വെച്ചാണ് മകനെ അറുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. മകൻ കാണാതെ മൂർച്ചയുള്ള ഒരു കത്തി, ഒരു കയറ്, ഇതൊക്കെ എടുത്തുകൊണ്ടാണ് പോകുന്നത്. മനസ്സിലായോ? വലിയ ചരിത്രം, ഒരുപാട് നീട്ടിപ്പരത്തി പറയേണ്ട ചരിത്രം, ഞാൻ ചുരുക്കിയാണ് പറയുന്നത്. അങ്ങനെ പൊന്നോമന മകനെ കെട്ടി കൈകാലുകൾ ബന്ധിച്ച് അറുക്കാൻ വേണ്ടി നോക്കുകയാണ് ആര്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അങ്ങനെ
തൻ്റെ ഒളിപ്പിച്ചു വെച്ചതായ കത്തിയെ എടുത്തുകൊണ്ട് പൊന്നോമന മകന്റെ കഴുത്തിന് നേരെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആഞ്ഞങ്ങ് വീശി. പക്ഷേ മുറിയുന്നില്ല. എന്തേ കത്തിക്ക് മൂർച്ചയില്ലേ? ഞാൻ മൂർച്ച കൂട്ടി വന്നതാണല്ലോ, എന്താണ് മുറിയാത്തത്? വീണ്ടും ആഞ്ഞു മുറിക്കുകയാണ്, പക്ഷെ മുറിയുന്നില്ല. ഇത് കണ്ടുകൊണ്ട് ആകാശലോകത്തുള്ള മലക്കുകൾ അമ്പരന്ന് നിൽക്കുന്നു. എന്താണ് ഭൂമിയിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്? മനുഷ്യനെ അറുക്കുകയോ? എന്താണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്? ആകാശലോകത്തിലുള്ള മലക്കുകൾ ആകെ അമ്പരന്ന് നിൽക്കുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇവിടെ അള്ളാഹുവിന്റെ കൽപ്പനയാണ് നിറവേറ്റുന്നത്. ഉടനെ തന്നെ അശരീരി കേൾക്കുന്നു, അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുഹിയ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. ഓ ഇബ്രാഹിം, തങ്ങൾ കണ്ട സ്വപ്നം ഇതാ യാഥാർത്ഥ്യമായിരിക്കുന്നു. എന്ന അശരീരി കേൾക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്നും ഒരു ആടുമായി ഇറങ്ങുകയും ആ ആടിന് പകരം അറുക്കുകയും ചെയ്ത ചരിത്രം. അതിന് പകരമായിട്ടല്ലേ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ഈ ബലിപെരുന്നാളിന്റെ ദിവസം ഉദ്ഹിയത്തറുക്കുന്നത്? നമുക്ക് ആ ഉദ്ഹിയത്തറുക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ചിന്ത വരേണ്ടത്, പൊന്നോമന മകനാകുന്ന ഇസ്മായിലിനെ അറുക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പന, ആ കൽപ്പന ശിരസാവഹിച്ചതായ ഒരു ദിവസത്തിലാണ് നമ്മൾ ഈ മൃഗത്തെ അറുക്കുന്നതുള്ള ചിന്ത വേണം. നമുക്ക് ആ മൃഗത്തിനോടുള്ള സ്നേഹവും അതിന്റെ മനസ്സിലുള്ളതായ വിഷമവും പ്രയാസവും നിറഞ്ഞ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അറുത്തതുപോലത്ത ഒരു മനോഭാവം ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ചെറിയൊരു പോത്തുംകുട്ടിയെ ഒരു ആട്ടിൻകുട്ടിയെ വാങ്ങി വളർത്തുക. 2 വർഷക്കാലം വളർത്തിയിട്ട് അതിന് പുല്ലും അതിന് വേണ്ട വെള്ളവും എല്ലാം നമ്മളെല്ലാം കൊടുക്കുക. അത് നമ്മളെ ചുറ്റിപ്പറ്റിയിട്ട് ഇങ്ങനെ നിൽക്കും. നമ്മളെ കാണുമ്പോൾ ഓടി വരും. എന്തൊരു സ്നേഹം! ദൂരെ നിന്ന് നമ്മൾ കണ്ടാൽ ഓടി വരും. അങ്ങനെ വലിയ സ്നേഹത്തിൽ നിങ്ങൾ കൂട്ടിപ്പിടിക്കും, അതിന് ഉമ്മ കൊടുക്കും, അല്ലേ? അങ്ങനെ ആ ഒരു മൃഗത്തെ നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലിയെടുക്കണം എന്ന് പറഞ്ഞാൽ മനസ്സ് സഹിക്കണം. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചെയ്തത്. അതിനേക്കാളും വലുതല്ല തന്റെ പൊന്നോപന മകനെ, ഒരു നേരം വിട്ടുപിരിയാൻ കഴിയാത്ത ഒരു മകനെ, ആ മകനെ റബ്ബിന്റെ മാർഗത്തിൽ അറുക്കണം എന്ന് പറഞ്ഞപ്പോ ഒരു മനസ്സിലൊരു വിഷമവും പ്രയാസമില്ലാതെ ഉണ്ട്. പക്ഷെ ഇതെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിലാണ് എന്നുള്ള ചിന്തയോടുകൂടെ അറുക്കാൻ വേണ്ടി കഴിഞ്ഞത്. നമ്മൾ ചിന്തിച്ചു നോക്കിയ അങ്ങനെ നമ്മൾ അറുക്കണം. അപ്പോ ഈ ഒരു ആ കൂലി ഒരു പ്രത്യേകം പറഞ്ഞറിയിക്കാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ടാണ് ബലിമൃഗത്തെ നേരത്തെ തന്നെ വാങ്ങി കുറച്ച് നമ്മൾ പോറ്റണം എന്ന് പറയുന്നത്. നമ്മളത് ആരിപ്പം ചെയ്യുന്നില്ല. പൈസ കൊടുത്ത് അന്ന് വന്നിട്ട് നമ്മൾ ഇതാണ്. അങ്ങനെയല്ല വേണ്ടത്. യഥാർത്ഥത്തിൽ നമ്മൾ നേരത്തെ തന്നെ വലിയ മൃഗത്തെ വാങ്ങി അതിന് പോറ്റി അറുക്കണം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾക്ക് ഈ ഒരു അനുഭവം നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ചിന്തിച്ചു നോക്കി. ഇങ്ങനെ നമ്മൾ വാങ്ങിയിട്ട് 2 വർഷം പോറ്റിയിട്ട് അറുക്കുമ്പോൾ ഉണ്ടാകുന്ന, റബ്ബിന്റെ മാർഗത്തിൽ വലിയ അറുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഈമാനിക കരുത്ത്, അത് പ്രത്യേകം പറഞ്ഞറിയിക്കാൻ വേണ്ടി സാധ്യമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, അതാണ് നമ്മുടെ ഈ ബലി പെരുന്നാളിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ത്യാഗസമ്പൂർണമായ ജീവിതത്തെ അയവറുക്കലാണ് ബലിപെരുന്നാൾ എന്നുള്ളത്. ഹജ്ജിന് ലക്ഷോപലക്ഷം ആൾക്കാർ അറഫയിൽ ഒരുമിച്ച് കൂടുന്ന ദിവസം ഇതാ അടുത്തു വരികയാണ്. ദുൽഹിജ്ജ 9 അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെയും മഹദിയാകുന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യ ഹജറ റളിയല്ലാഹു തആല അൻഹയുടെയും ജീവിതം അയവറക്കലാണ്. അത് തന്നെയാണ് ഹജ്ജ്. അപ്പൊ അതിൽ നമുക്ക് ഒരുപാട് പാഠങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അപ്പൊ ഈ ഒരു കർമ്മങ്ങള് നമ്മൾ ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അളവറ്റ പ്രതിഫലം നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം ബലിയറുക്കാനുള്ളതായ കഴിവും അതിനുള്ളതായ എല്ലാവിധ സാമ്പത്തിക ശേഷിയും നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ.
എല്ലാവരും കഴിവുള്ളവർ, നമ്മുടെ ഉപ്പമാര്, നമ്മുടെ കുടുംബത്തിലുള്ളവർ, അവർക്ക് കഴിവുണ്ടെങ്കിൽ അതിന് കഴിയുകില്ല. ഒരാടിനെ വാങ്ങി അറക്കാനാ കഴിയുന്നെങ്കിൽ അത് അറക്കണം എന്നുള്ളത്. അല്ല ഒരു പോത്തിന്റെ അല്ല ഒരു കാളയുടെ ഒരു വിഹിതം ചേർന്ന് കൊണ്ട് അറക്കാൻ കഴിയുന്നതിൽ അറക്കണം എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്കും വിദൂരമല്ലാത്ത ഭാവിയിൽ അള്ളാഹു കഴിവ് തന്ന് അറക്കാനുള്ള എല്ലാവിധ കഴിവുകളും അള്ളാഹു ഉണ്ടാക്കി തരട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും നാഫിയായ ഇൽമു കൊണ്ട് അനുഗ്രഹിക്കട്ടെ. സ്വാലിഹായ മക്കളെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന നല്ല മക്കളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.